الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ കേരള നദവത്തുൽ മുജാഹിദീൻ അതിൻ്റെ ആസ്ഥാനത്ത് വെച്ച് നടത്തുന്ന പ്രതിവാര മതപഠന പരിപാടിയിൽ സാധാരണ പോലെ നാം പങ്കെടുക്കുകയാണ്. ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ നിരന്തരമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് അധികം ആളുകളും ഇവിടെ മുന്നിലുള്ളത്. നമ്മുടെ ബഹുമാന്യനായ എയോ പറഞ്ഞ മാതിരി നമ്മുടെ ക്ലാസ്സിൽ ഒരു സൂറയുടെ ഒരു അധ്യായത്തിൻ്റെ ആശയം പഠിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ എൻ്റെ ക്ലാസ്സിലെ എൻ്റെ ആ അധ്യായത്തിൻ്റെ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അതിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അധ്യായത്തിൻ്റെ ഫജ്ർ എന്ന് പറയുന്ന പ്രഭാതം, ആ പ്രഭാതമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേരിട്ട് വിളിച്ച് ജീവിതത്തിൻ്റെ പുതിയ വിശ്വാസ കർമ്മ ആചാരരംഗത്തുള്ള ഈ ലോകത്തിലുള്ള കർമ്മ ഭൂമികയിൽ കൂടി നാം കടന്നുപോയി പരലോകമാകുന്ന ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടതുണ്ട് എന്ന ആശയത്തിലേക്കാണ് ഈ അധ്യായം സൂചന നൽകുന്നത്. സൂറത്തുൽ ഫജ്റിൻ്റെ പകുതി ഭാഗമാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ളത്. അതിൽ പറയുന്ന വിഷയം മതത്തിൻ്റെ സാമൂഹികമായ വശവും സാമൂഹ്യ രംഗത്ത് വിശ്വാസികൾ അനുവർത്തിക്കേണ്ട സാമൂഹ്യ ബാധ്യതകളും ആ സാമൂഹ്യ ബാധ്യതകളെ നിർവഹിക്കുന്നതിന് വിശ്വാസിക്ക് പ്രേരണയാകുന്ന പരലോകത്തെക്കുറിച്ചുള്ള ബോധവും പരലോകത്തിൽ അന്ത്യവിനാഴികയുടെ ആ സമയത്ത് കർമ്മങ്ങൾ മാത്രം ഫലം ചെയ്യുന്ന പരലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന നിസ്സഹായതയുടെ ഏറ്റവും പ്രയാസകരമായ അവസ്ഥകളും അവിടെ സ്വർഗം ലഭിക്കുന്ന മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത വിജയവും അതിനുശേഷം ഈ കർമ്മങ്ങൾക്കൊക്കെ തന്നെ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന
മനുഷ്യ ആത്മാവിൻ്റെ സംസ്കരണ വിഷയങ്ങളുമാണ് ഈ സൂറയുടെ ഏകദേശം ആശയം. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കരുണാവാരിധിയാണ്, കാരുണ്യത്തിൻ്റെ കേദാരമാണ്. അർ-റഹ്മാനിർ റഹീം, പരമകാരുണ്യകനാണ്, കരുണാനിധിയാണ്. ആ കാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യത്തിൻ്റെ ഒരംശം മാത്രം ഭൂമിയിലേക്ക് നൽകുകയും ആ കാരുണ്യം ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുകയും ചെയ്ത നമ്മെ സംബന്ധിച്ചിടത്തോളം സഹജീവികളായ ആളുകളോട് കരുണ കാണിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്ത കാര്യമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണയോടുകൂടി വർത്തിക്കണം. അവിടെ ജാതിയുടെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ആശയത്തിൻ്റെയോ നിറത്തിൻ്റെയോ വൈജാത്യങ്ങൾക്കപ്പുറത്ത് ചുവന്ന രക്തമുള്ള മുഴുവൻ ജീവികളെയും, അത് മനുഷ്യരാകുമ്പോൾ മനുഷ്യ സഹജമായ കാരുണ്യം, മനുഷ്യേതര വർഗമാകുമ്പോൾ ജീവികളോടുള്ള അനിതരമായ മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന ഉത്ഭൂതമാകുന്ന കാരുണ്യത്തിൻ്റെ നിർജ്ജരികളുണ്ടാകണം. അങ്ങനെ ആ കാരുണ്യത്തിൽ നിങ്ങൾ വർത്തിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് പറയുമ്പോൾ സൂറത്തുൽ ഫജ്റിലെ ഞാൻ ഓതി വെച്ച ആയത്തിൻ്റെ അർത്ഥം അത് ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ കരുണ കാണിക്കേണ്ട അനിവാര്യമായ നിർബന്ധമായ രണ്ട് മേഖലകളാണ്. ഈ ആയത്തിൻ്റെ നേരെ മുമ്പ് പറഞ്ഞ കാര്യം, വഅമ്മൽ ഇൻസാനിദ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ എന്ന് പറഞ്ഞു. വഅമ്മായിദ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അല്ലാഹു തആല അനുഗ്രഹമൊക്കെ ചെയ്ത് ജീവിതത്തിൽ പ്രയാസങ്ങളില്ല, കഷ്ടപ്പാടുകളില്ല, വലിയ ബുദ്ധിമുട്ടുകളില്ല, രോഗമില്ല, അനുഗ്രഹമാണ്. നമ്മൾ പറയും അൽഹംദുലില്ലാഹ്, ഇപ്പോൾ റാഹത്താണ്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ പറയും മക്കളൊക്കെ നല്ല ജോലിയിലാണ്, നല്ല സൗകര്യത്തിലാണ്, റാഹത്താണ് എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹു എന്നെ അനുഗ്രഹിച്ചു എന്ന് സ്വയം പറയുകയും സമാധാനിക്കുകയും ആളുകളോട് സംസാരിക്കുകയും ചെയ്യുന്ന അതേ മനുഷ്യൻ പിറ്റേന്ന് അവനൊരു പ്രയാസമുണ്ടായി എന്ന് പറഞ്ഞാൽ, അവൻ്റെ രോഗമായി എന്ന് വന്നാൽ, അവൻ്റെ ഒരു തലവേദന വന്നാൽ, അവൾക്കൊരു പ്രയാസം വന്നാൽ, ആ സമയത്ത് അവൻ പറയുന്ന വാചകം റബ്ബ് എന്നെ കൈ ഒഴിവാക്കി എന്നുള്ളതാണ്. അതിൻ്റെ പദം ഏതാണ്? റബ്ബി അഹാനൻ, എൻ്റെ റബ്ബ് എന്നെ ഒഴിവാക്കിയല്ലോ. മാസത്തിൽ 29 ദിവസം തലവേദനയില്ലാത്ത ഒരാൾ 30-ാം തീയതി ഒരു തലവേദന വന്നാൽ അയാൾ ജീവിതത്തിൽ വലിയ നന്ദി കേട് കാണിക്കുന്നത് കാണാൻ സാധിക്കും. എനിക്കല്ല തലവേദന നൽകിയല്ലോ. നേരെ മറിച്ച് നമ്മൾ ഈ 29 ദിവസവും തലവേദനയായിട്ട് എന്താണ് വേദനയുടെ ആ ആഴങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കാത്ത നിരന്തരമായ രോഗപീഠയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു സഹോദരിയെപ്പറ്റി, സഹോദരനെപ്പറ്റി ഒരു ദിവസം തലവേദന വരുന്ന നമ്മൾ ഓർക്കുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് മനുഷ്യനെ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇത് രണ്ടും നൽകുന്നവൻ അള്ളാഹുവാണ് എന്നുള്ള ബോധമുണ്ടായിത്തീരണം. അപ്പോൾ വിശ്വാസരംഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം സ്വീകരിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിൻ്റെ ശീതള ഛായയാകുന്ന കാരുണ്യത്തിൻ്റെ ഉദാത്തമായ ഉന്നതമായ മേഖലകളും വിധാനങ്ങളും അത് പരന്നു കിടക്കുകയാണ് എന്ന് ധരിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ആ വിശ്വാസമാർജിച്ച തൗഹീദിൻ്റെ കറകളഞ്ഞ ആശയം സ്വീകരിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം തൗഹീദിന് ശേഷമുള്ള കർമ്മഭൂമികയിലേക്ക് നമ്മൾ കൃത്യമായി ഇറങ്ങേണ്ടതുണ്ട്. അത് സമൂഹത്തോട് ബന്ധപ്പെട്ടതാണ്. മതത്തിൻ്റെ ജനകീയ മുഖമാണത്, ജനകീയ വശമാണത്, ജനകീയ സംഭവങ്ങളാണത്. അവിടെയാണ് മഹാനായ പ്രവാചകൻ്റെ ജീവിതത്തിലെ തൗഹീദിന് ശേഷമുള്ള ആ തൗഹീദ് അദ്ദേഹത്തിലുണ്ടാക്കിയ ജനകീയ മുഖത്തെപ്പറ്റി നാം അറിയേണ്ടത്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മതപരമായ മേഖലയെപ്പറ്റി നമ്മൾ അറിയേണ്ടത്. അതുണ്ടാകുന്നത് ആരിലേ ഉണ്ടാകൂ? വിശ്വാസികളായ തൗഹീദ് അംഗീകരിച്ച ആളുകളിൽ മാത്രമേ ഉണ്ടാവൂ. കാരണം അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്, അവന് മുന്നിൽ മാത്രം ഞാൻ സാഷ്ടാംഗം ചെയ്യുന്നു, അവനോട് മാത്രം ദുആ ചെയ്യുന്നു, ഇസ്തിഹാസ ചെയ്യുന്നു. അങ്ങനെയുള്ള റബ്ബ് എനിക്ക് നൽകിയിട്ടുള്ള സൗകര്യമാകുന്ന സമ്പത്താകുന്ന അനുഗ്രഹങ്ങളെ ഞാൻ പടച്ചവൻ പറഞ്ഞ വഴിയിൽ കൊടുക്കണം, ചെലവഴിക്കണം, സമൂഹത്തെ അറിയണം, വേദനിക്കുന്നവൻ്റെ വേദനകൾ ഞാൻ അറിയണം. അവിടെ നമ്മൾ ഖുർആൻ പറയുന്നു കല്ല, എന്നാൽ എന്നെ റബ്ബ് ഒഴിവാക്കി എന്ന് പറയുന്ന മനുഷ്യ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കല്ല, അങ്ങനെ വേണ്ട. ബല്ലാ തുക്രിമൂനൽ യതീം, നിങ്ങൾ അനാഥകളോട് ആദരവ് കാണിച്ചിട്ടില്ല.
നിങ്ങൾ അനാഥകൾക്ക് ഭക്ഷണം കൊടുത്തില്ല എന്നല്ല, അവനെന്താ പറഞ്ഞത്? നിങ്ങൾ അനാഥകളെ ആദരിച്ചില്ല. മന്ത്രിമാരെ നമ്മൾ സ്വീകരിച്ചിരുത്തുന്ന പോലെ അതിനാണ് ആദരവ് എന്ന് പറയാം. നമ്മൾ ഈ പരിപാടിക്ക് ഒരു ഉദ്ഘാടനം കൊണ്ടുവന്നാൽ നമ്മൾ പിടിച്ചിരുത്തും, ബഹുമാനിച്ചിരുത്തും, ആദരിച്ചിരുത്തും. ഫളീലത്തു ഷെയ്ഖ് എന്ന് വേണമെങ്കിൽ അറബികളാണെങ്കിൽ പറയും, ഹിസ് ഹൈനസ് എന്നാണെങ്കിൽ രാജാക്കന്മാരാണെങ്കിൽ പറയും. ആ പദത്തിന് പറയുന്ന പേര് ഇക്റാം എന്ന. അതാരെ ചെയ്യണമെന്നാണ് അള്ളാഹ് പറഞ്ഞത്? അനാഥകളെ നിങ്ങൾ ആദരിക്കണം. അനാഥകളെ നിങ്ങൾ ആദരിച്ചില്ല, എന്നിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് എൻ്റെ റബ്ബ് എന്നെ ഒഴിവാക്കിയല്ലോ എന്ന നിങ്ങളുടെ വേവലാതി അർത്ഥശൂന്യമായ ഫലമില്ലാത്ത കേവലം രോദനം മാത്രമാണത്. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അനാഥ സംരക്ഷണത്തെ സംബന്ധിച്ച് നമുക്ക് ധാരാളം അറിയാം. ഇസ്ലാഹി പ്രസ്ഥാനം അനാഥ സംരക്ഷണത്തിന് വേണ്ടി കൃത്യമായ അതിൻ്റെ കാര്യങ്ങൾ ഒരു അജണ്ടയായി നിർവഹിച്ചു കൊണ്ടിരുന്ന പ്രസ്ഥാനമാണ്. 921 കാലഘട്ടങ്ങളിൽ അനാഥ സംരക്ഷണത്തിന് വേണ്ടി മതപരമായ അതിൻ്റെ ആവശ്യകത അംഗീകരിച്ച് മനസ്സിലാക്കി കേരളക്കരയിൽ അനാഥശാലകൾ സ്ഥാപിക്കാൻ ഒന്നാം നിരയിൽ നിന്ന ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആ മഹത്തുക്കളായ നായകന്മാർ ആയിരുന്നു എന്ന വസ്തുത ഞാൻ അനുസ്മരിക്കുകയാണ്. അതുപോ അനാഥശാലകൾ മാത്രമല്ല, അനാഥകൾ സ്വന്തം വീട്ടിലുണ്ടാകാം, സ്വന്തം കുടുംബത്തിലുണ്ടാകാം, സ്വന്തം വീടിൻ്റെ അപ്പുറത്തുണ്ടാകാം, സ്വന്തം വീട്ടിലുണ്ടാകാം. വാപ്പ പെട്ടെന്ന് മരിച്ചു പോകുന്നു. 25 വയസ്സുള്ള ഒരു മകൻ, 20 വയസ്സുള്ള മറ്റൊരു മകൻ, 18 വയസ്സുള്ള മറ്റൊരു മകൾ, 12 വയസ്സിൽ താഴെയുള്ള ഒരു മൈനറായ കുട്ടികളായ ആളുകൾ, ആ അനാഥ കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്കങ്ങനെ വായിക്കാൻ സാധിക്കും. ജ്യേഷ്ഠൻ മരിച്ചു, പിന്നെ ആ ജ്യേഷ്ഠൻ്റെ അനുജനാണ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ വാപ്പ മരിച്ചു, മൂത്ത മകനാണ് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത്. ആ മൂത്ത മകൻ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ 12 വയസ്സിൽ അല്ലെങ്കിൽ 15 വയസ്സിൽ താഴെയുള്ള മൈനർമാരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി പറഞ്ഞത്. വലാ തഖറബൂ മാലൽ യതീം ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ദ. ഖുർആൻ സൂറത്തുൽ നിസായിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പിതാവിൻ്റെ മൂത്ത മകനായ നിങ്ങൾ ആ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ വളർന്നു വരുന്ന പിഞ്ചു അനുജന്മാരുണ്ട്, അവരുടെ സ്വത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് അല്ലാഹു തആല അറിയുന്നുണ്ട് എന്ന ബോധത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യണം. നമ്മൾ പലപ്പോഴും കാണുന്നത് മൈനർമാരായ കുട്ടികൾ വളർന്നു വലുതായി പ്രായപൂർത്തിയെത്തി കണക്ക് ചോദിക്കുമ്പോൾ ഇക്കാക്ക് എന്തു പറയും? അതൊക്കെ ചിലവായിപ്പോയല്ലോ, നിന്നെ പഠിപ്പിക്കാനോ നിനക്ക് ഭക്ഷണത്തിന് വേണ്ടി ചിലവായല്ലോ, എവിടെ ഇപ്പോൾ കണക്കൊന്നുമില്ല, അതൊക്കെ ചിലവായിപ്പോയി. എവിടെ ചിലവായും ചോദിച്ചാൽ വലിയ ജ്യേഷ്ഠൻ അതുകൊണ്ട് ഒരുപാട് എസ്റ്റേറ്റുകൾ ഒരു പക്ഷേ സ്വന്തമാക്കിയിട്ടുണ്ടായിരിക്കാം. വലിയ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ ഈ മരിച്ച ആളുടെ മൂത്താപ്പയോ അളാപ്പയോ ഒരു പക്ഷേ ഈ അനാഥ മക്കളുടെ സ്വത്ത് അവരറിയാത്ത കാലത്ത് മൈനറായ അവരുടെ സ്വത്ത് സ്വന്തമായി ഉപയോഗപ്പെടുത്തി വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ മൂലധനം ഈ ജ്യേഷ്ഠൻ മരിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി ബാക്കി വച്ച സ്വത്ത്, എട്ടും പൊട്ടും തിരിയാത്ത മൈനർമാരുടെ സ്വത്ത് അവൻ കൊണ്ടുപോയി സ്വന്തമാക്കി മാറ്റിയതാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ആ സ്വത്ത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അറിയേണ്ടത് അവൻ്റെ യഥാർത്ഥത്തിലുള്ള പണത്തിൻ്റെ ബേസായിട്ടുള്ള സ്വത്ത് ഹറാമായ സ്വത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു പറഞ്ഞു, വലാ തഖറബൂ മാലൽ യതീം. അനാഥകളുടെ സ്വത്തിനോട് നിങ്ങൾ അടുത്തു പോകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്ന ജ്യേഷ്ഠനോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളോ അല്ലെങ്കിൽ അനാഥ സ്വത്തിൻ്റെ മാനേജറോ അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ കൈകാര്യം ചെയ്യുന്ന ആളോ ഏറ്റവും നല്ല വിധത്തിലല്ലാതെ ഈ കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ ഇത്ര ആയിരങ്ങൾ അതിന് വേണ്ടി ചെലവഴിച്ചു എന്ന കൃത്യമായ കണക്ക് അവരെ ബോധ്യപ്പെടുത്താനും എഴുതി വെക്കാനും ജ്യേഷ്ഠനോ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കോ സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയാണ്. സ്വത്തിന് പിന്നെ യാതൊരു ചോദ്യോത്തരങ്ങളിലൊക്കെ ജ്യേഷ്ഠൻ്റെയോ അളാപ്പൻ്റെയോ സ്വത്തായി മാറിയിട്ടുണ്ട്. ഈ പാവങ്ങൾ പിന്നെ ഒന്നുമില്ലാതെ മൈനർമാരായ കുട്ടികൾ മേജർമാരായി വരുമ്പോൾ ഒന്നുമില്ലാതെയായി മാറുന്നു. അല്ലാഹു പറയാണ്, ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ളുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ. നമ്മൾ അറിയണം, അതുപോ അനാഥ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന മാനേജർ, അനാഥശാലയുടെ മാനേജർ ആയിരുന്നാലും
അനാഥ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ഗവേണിംഗ് ബോഡിയായിരുന്നാലും ആരായിരുന്നാലും അറിയേണ്ട വസ്തുത, ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ, അനാഥകളുടെ സ്വത്ത് അവിഹിതമായി തിന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത് വീടാക്കി, വാഹനമാക്കി, എസ്റ്റേറ്റാക്കി, കച്ചവട സ്ഥാപനമാക്കി, മറ്റ് സംവിധാനങ്ങളാക്കി അനാഥകളുടെ സ്വത്ത് മൈനർമാരായ കുട്ടികളെ സ്വന്തമാക്കിയിട്ടുള്ള ആൾക്കാർ, എന്താ അല്ലാഹ് പറഞ്ഞത്? അവർ ചെയ്യുന്നത് ഇന്നമാ യഅ്കുലൂന മിൻ ഫീ ബുത്തൂനിഹിം നാറ എന്ന് പറഞ്ഞു. അല്ലാഹ് അവിടെ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരൊരു തെറ്റായ കാര്യം ചെയ്യുന്നു എന്നല്ല, മറിച്ച് എന്താ പറഞ്ഞത്? അവർ വയറുകളിൽ കഴിക്കുന്ന ഭക്ഷണം തീയാകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പലിശ വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ഖുർആനിൽ അയാൾ തീ തിന്നുകയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഏറ്റവും വലിയ ഹറാമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അനാഥകളുടെ സ്വത്ത് അവിഹിതമായി ഒരു 10 പൈസയെങ്കിലും സ്വന്തമാക്കുന്ന മാനേജറാവട്ടെ, ഓർഫനേജ് കമ്മിറ്റിയാവട്ടെ, സ്ഥാപനമാവട്ടെ, സ്ഥാപന മേധാവിയാവട്ടെ, വ്യക്തികളാവട്ടെ, അല്ലാഹ് പറയുന്നവർ തീയാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാണ് വസയസ്ലൗന സഈറാ, അവർ നരകത്തിൽ കത്തിയാളുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, അനാഥ കുട്ടികളോട് നമ്മൾ കാഴ്ചപ്പാട്, അത് വീട്ടിലായാലും അയൽപക്കത്തായാലും മഹല്ലിലായിരുന്നാലും അത് കാരുണ്യത്തിൻ്റെതായിരിക്കണം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അന വകാഫിലുൽ യതീമി ഹാക്കദാ. റസൂലുള്ളാഹി പറയാണ്, യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും ഈ ചൂണ്ടാണിവരലും മധ്യവരലും എങ്ങനെയാണ് അത്രയും ചേർന്ന് നിൽക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ പല യതീംഖാനയും നോക്കിയാൽ അവിടെ കുട്ടികളെ പോറ്റുന്ന ആൾക്കാർ ഇങ്ങനെയാണ്, ചേർന്ന് നിൽക്കണില്ല. അനാഥകൾ വേറെ, നോക്കുന്നവർ വേറെ, അവരുടെ ഭക്ഷണം വേറെ, അവരുടെ സൗകര്യം വേറെ. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന വേറൊരു കാര്യം, അനാഥകൾ സമൂഹത്തിൽ കുറവാണ് എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, വളരെ പുണ്യകരമായ കാര്യമാണ്. പക്ഷെ ഉള്ളവരെ പറ്റി നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഒരു പെരുന്നാൾ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി നിസ്കരിച്ചിങ്ങിട്ട് വരികയാണ്. നമസ്കരിച്ച് വരുമ്പം മദീനയിൽ ഒരു അനാഥ കുട്ടിയെ കണ്ടു. ആ ആഘോഷ തിമിർപ്പിൻ്റെ ആ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹി ഭാര്യ ആയിഷയോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ കുളിപ്പിക്കുക, പുതിയ വസ്ത്രം ധരിപ്പിക്കുക, ആദരിക്കുകയാണ്, യതീം കുട്ടിയെ ആദരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആയിഷ, നീ ഈ കുട്ടിയുടെ മാതാവിൻ്റെ സ്ഥാനത്താണ്, ഞാൻ ഈ കുട്ടിയുടെ പിതാവിൻ്റെ സ്ഥാനത്താണ്. എന്നിട്ട് ആ കുട്ടിയെ നമ്മുടെ ഏതെങ്കിലും വരുതിയിലോ സംരക്ഷണത്തിലോ അത്തരം കുട്ടികളുണ്ടെങ്കിൽ ഏറ്റവും കരുണയോടുകൂടി നമ്മൾ അവരോട് വർത്തിക്കണം. അല്ലാഹു സഹായിക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ആൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ലല്ലോ, മറിച്ച് ഭക്ഷണം ഏറ്റവും നല്ല ബിരിയാണിയാണെങ്കിലും അത് കൊടുക്കുന്ന ആൾ ഇഷ്ടപ്പെടാതെ കൊടുക്കാൻ നമ്മൾ സ്വീകരിക്കില്ലല്ലോ. എത്ര ബിരിയാണി കഴിക്കണ അല്ലെങ്കിൽ അത്ര ഏറ്റവും നല്ല ഒരു ഫുഡ് കഴിക്കണമെന്ന് കൊതിക്കുന്ന കുട്ടിയാണെങ്കിൽ അത് കൊടുക്കുന്ന അവസ്ഥ മോശമാണെങ്കിൽ ആ കുട്ടിക്കൊരു പക്ഷേ പച്ചവെള്ളമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കൊടുക്കുന്ന ആതിഥേയൻ്റെ മനോഗതിക്കാണ് പ്രാധാന്യം. അവിടെയാണ് ഖുർആൻ പറഞ്ഞല്ലോ, വഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, അവനോട് നീ ഖഹർ കാണിക്കാൻ പാടില്ല, നിന്റെ മുഴുവൻ കഴിവും നിന്റെ മുഴുവൻ ആഭിജാത്യം അവൻ്റെ മുന്നിൽ കാണിക്കാൻ പാടില്ല, അവനെ അടിച്ചമർത്താൻ പാടില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? അനാഥ കുട്ടികൾ കാര്യങ്ങൾ നോക്കാനൊരു പക്ഷെ സമൂഹത്തിൽ ആളുണ്ടാവില്ല. അപ്പോൾ ആളും ചോദിക്കാനും പറയാനുമില്ല എന്നുള്ള നിലക്ക് നീ അവനോട് ഹൃദയത്തിൻ്റെ കാഠിന്യത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ പഴയ കാലത്ത് കണ്ടിരുന്നു പല അനാഥശാലകളിലും ആ കുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസം. അവിടെ വരിക്ക് വരിയായി നിർത്തി ആടുകളെ കൊണ്ടുപോകുന്ന പോലെ അടിക്കാനുള്ള വടിയുമായി അവരെ നോക്കുന്ന ഒരു വാർഡൻ അവരെ തെളിച്ചു കൊണ്ടുപോകുന്ന ചിത്രം കഴിഞ്ഞ കാലത്തുണ്ട്. ഇന്നതില്ല. ഇന്നിപ്പോൾ അതിലൊക്കെ മാറ്റം വന്നു. എല്ലാ സാമൂഹ്യ രംഗത്തും സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി അനാഥാലയങ്ങളിൽ പോലും ഏറ്റവും നല്ല മാനുഷികമായ മുന്തിയ പരിഗണനയിൽ നമ്മൾ കുട്ടികളെ കാണുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ആദരവിൻ്റെ സ്ഥാനത്തെ കുട്ടികളെ കാണാൻ സാധിക്കേണ്ടതുണ്ട്. നബിയോടൊരാൾ പറഞ്ഞു, റസൂലുള്ളാഹ്, എൻ്റെ ഹൃദയത്തിൻ്റെ കഠിനമായ ഒരവസ്ഥയുണ്ട്, ഹൃദയം എപ്പോഴും കടുത്തു നിൽക്കുകയാണ്, ഒരാർദ്രത വരുന്നില്ല, ആരോടും എനിക്കൊരു കാരുണ്യത്തിൻ്റെ മുഖം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? നീ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പറഞ്ഞില്ല, മറിച്ച് എന്താ പറഞ്ഞത്? അനാഥ കുട്ടികളെ കാണുമ്പോൾ നീ ആ കുട്ടിയുടെ തല ഇങ്ങനെ തടവിയാൽ നിനക്ക് അല്ലാഹു തആല മനസ്സിൽ ആർദ്രതയുണ്ടാക്കി തരും, മനസ്സിൽ കരുണയുണ്ടാക്കി തരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കുട്ടിയെ തടവുമ്പോൾ, ആ കുട്ടിയുടെ വാപ്പയെപ്പറ്റി ഓർക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന കാരുണ്യത്തിൻ്റെ ആ ശീതളമായ അവസ്ഥ, അതിങ്ങനെ ഒലിച്ചിറങ്ങി വരുന്ന അവസ്ഥയെപ്പറ്റി റസൂലുള്ളാഹി പറയുന്ന മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആയത്ത് ഒന്നാമത്തത്, അനാഥകളെ നിങ്ങൾ ആദരിക്കുന്നില്ല. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം.
പിന്നെ പറയുന്ന കാര്യം വലാ തഹാല്ലൂന അലാ തുആമിൽ മിസ്കീൻ, അതും വിശ്വാസികളായ ആളുകൾ അനിവാര്യമായി ചെയ്യേണ്ട കാര്യമാണ്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? മതത്തിൻ്റെ വൈയക്തികമായ വിശ്വാസരംഗം, അതുപോലെ വൈയക്തികമായ നമസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ, അതുപോലെയുള്ള ദിക്റുകൾ, സ്വലാത്തുകൾ, പ്രാർത്ഥനകൾ പോലെയുള്ള വൈയക്തികമായ ആരാധനകൾ, ആ ആരാധനകൾക്കപ്പുറത്ത് സമൂഹത്തിൻ്റെ പ്രയാസങ്ങൾ അറിയുന്ന വിഷയത്തിൽ വിശ്വാസി കടന്നു വരണമെന്നാണ് ആയത്തിൻ്റെ ആശയം. നമ്മളതിന് പറയുന്ന പേര് മതത്തിൻ്റെ ജീവിത മുഖമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, മാനുഷിക മുഖമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ മുഖം ഒരു വിശ്വാസിയിൽ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങളും, അത് ഭക്ഷണമാവട്ടെ, വസ്ത്രമാവട്ടെ, മരുന്നാവട്ടെ, മറ്റു കാര്യങ്ങളാവട്ടെ, ജീവനോപാധിക്കാവശ്യമായ മറ്റെന്ത് കാര്യങ്ങളാവട്ടെ, ആ കാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ട ആളുകൾ ആരാകുന്നു? വിശ്വാസികളായ തൗഹീദ് അംഗീകരിക്കുന്ന ആളുകളാണ് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഖുർആൻ പറഞ്ഞല്ലോ, വലാ തഹല്ലൂന അലാ തുആമിൽ മിസ്കീൻ, അഗതികൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നല്ല, മറിച്ച് എന്താണ്? അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരണ പോലും നിങ്ങൾ ചെലുത്തുന്നില്ല. ഖുർആൻ നരകത്തിൽ കിടക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞല്ലോ. അവിടെ എന്താ പറഞ്ഞത്? ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹ് സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ. നിങ്ങൾ അവനെ പിടിക്കുക, അവനെ നിങ്ങൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കുക, നിങ്ങൾ നരകത്തിലേക്ക് അവനെ വലിച്ചെറിയുക, അവനെ നിങ്ങൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് മലക്കുകളെ നരകത്തിലേക്ക് എറിയുക. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ, അതിൻ്റെ മുഴം എത്രയായിരിക്കണം, അങ്ങനെ ശക്തമായ അവസ്ഥയിൽ നിങ്ങൾ അവനെ ബന്ധിക്കുക. എന്നിട്ട് പിന്നെന്താ പറയുക? എന്താ അവൻ ചെയ്ത തെറ്റ്? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. ഖുർആൻ പറയാണ്, എന്തുകൊണ്ടാണ് 70 മുഴമുള്ള ചങ്ങലയിൽ ബന്ധിച്ചവനെ നരകത്തിലേക്ക് അവനെ എറിയാൻ പറഞ്ഞത്? അവിടെ ആയത്ത് വിശദീകരിക്കുന്നത് 2 മഹാപാതകങ്ങൾ അവൻ ചെയ്തു എന്നാണ്. എന്താ പാതകം? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, മഹോന്നതനായ അള്ളാഹുവിനെ കുറിച്ച് അവൻ വിശ്വാസിയായില്ല. മഹോന്നതനായ അള്ളാഹുവിൻ്റെ ഏകത്വം അവൻ അംഗീകരിച്ചില്ല, റബ്ബിനെ അംഗീകരിച്ചില്ല, അസ്തിത്വം അംഗീകരിച്ചില്ല. പിന്നെ അവൻ ചെയ്ത പാതകം എന്താണ്? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, അഗതികൾക്ക് അവന് ഭക്ഷണം കൊടുക്കാൻ സമൂഹത്തോട് പറയുക പോലും ചെയ്തില്ല. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ എന്നാണ്. നോക്കൂ നിങ്ങൾ, അവർ ആ അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പ്രേരണ പോലും ചെലുത്തിയില്ല. ഇവിടെ ഖുർആൻ പറയുന്നു, നരകത്തിൽ കിടക്കുന്നതിൻ്റെ കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ, വേറെ സ്ഥലത്ത് പറയണം, നരകവാസികൾ ചോദിക്കുന്നു, മാ സലകക്കും ഫീ സഖർ, എന്താ നിങ്ങൾ നരകത്തിൽ കിടക്കാനുള്ള കാരണം? അവർ പറയുന്നു ഉത്തരം, ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ. നരകവാസികളോട് ചോദിക്കുമ്പോൾ ഉത്തരം പറയണം. എന്താ അവർ പറയുന്നു? നരക അനുഗ്രഹമാണ്, അതിന് ആവശ്യമായ വെള്ളം നമുക്കില്ലാത്തതിൻ്റെ പ്രയാസം നമ്മൾ അനുഭവിക്കുകയാണ്. വെള്ളമിറക്കുന്നവന് പടച്ചു തമ്പുരാൻ മാത്രമാണ്. നമുക്കതിൽ ചെയ്യാനുള്ളത് പ്രാർത്ഥനകൾ മാത്രമാണ്. വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക, അല്ലാഹ് പറയാണ്, നമ്മൾ മാത്രമാണ് ആകാശത്തിൽ നിന്ന് അനുഗ്രഹീതമായ വെള്ളം ഇറക്കുന്നത്. ആ അനുഗ്രഹീതമായ വെള്ളത്തിൻ്റെ അഭാവമാണ് നമ്മുടെ ഡാമുകൾ നിറയാത്തതിൻ്റെ കാരണം, നമ്മൾ ചൂടെടുക്കുന്നതിൻ്റെ കാരണം, നമുക്ക് വിങ്ങലുണ്ടാകുന്നതിൻ്റെ കാരണം. അവിടെ വിശ്വാസികളുടെ മനസ്സിലുണ്ടാകുന്ന തേട്ടം, പടച്ചവനെ ഞങ്ങൾക്ക് നിൻ്റെ മാത്രമായ അനുഗ്രഹം വർഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ചു, എത്ര ആൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്? മഴയ്ക്ക് വേണ്ടി ചോദിക്കണം, അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. നൂഹ് നബി പറഞ്ഞല്ലോ, ഫഖുൽ ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. ഇസ്തിഗ്ഫാർ ചെയ്യണം, പൊറുക്കലിനെ തേടണം, അള്ളാഹിനോട് ചോദിക്കണം. രോഗം മാറാനും സാമ്പത്തിക സൗകര്യത്തിനും ദുആ ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യണം? പടച്ചവനെ നിന്റെ മാത്രമായ മഴ നീ ഏറ്റവും നല്ല മഴ വർഷിപ്പിക്കുമാറാകണേ തമ്പുരാനെ എന്ന് നമ്മൾ 5 നേരം ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് ഏറ്റവും സുഖകരമായ മഴ വർഷിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്സിനാ ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീഅ. അവ സഹോദരങ്ങളെ, നരകത്തിൽ കിടക്കുന്ന ആളുകളെ പറ്റിയുള്ള മലക്കുകളുടെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞത്, ഖാലൂ ലം നകു മിനൽ മുസല്ലി, ഞങ്ങൾ നമസ്കരിച്ചില്ല. പിന്നെ പറയുന്ന കാരണം എന്താണ്? വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഭക്ഷണം കൊടുത്തില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ, ഞങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ പരിഹസിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇത്തരം സമൂഹത്തിന് നന്മ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അറിയേണ്ടവരല്ല എന്നുള്ള ഒരു ചിന്ത പോലും അവരിലുണ്ടായി എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം.
നോക്കൂ, നമസ്കാരം നിർവഹിച്ചില്ല എന്ന് പറയുന്ന അതിനുശേഷം പിന്നെ പറയുന്ന കാര്യം എന്താണ്? ഭക്ഷണം കൊടുത്തില്ല എന്നാണ്. ജീവിതത്തിൽ ഏറ്റവും അധികം ധൂർത്തിൻ്റെയും പണം ചെലവഴിക്കുന്ന സകലമാന മേഖലകളിലും തിന്മകളും ചെയ്യുന്ന മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരും എന്നല്ല, പല രംഗത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെ കല്യാണത്തിനും ആഘോഷത്തിനും ഹൗസ് വാമിങ്ങിനും മറ്റ് പരിപാടികൾക്കും ലക്ഷങ്ങളോ പതിനായിരങ്ങളോ പൊടിപൊടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ആ അവസ്ഥകൾ കഴിച്ചു കൂട്ടുന്ന ആൾക്കാർ സമൂഹത്തിലെ കഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ വേദനകളും വേവലാതികളും അറിയുന്നില്ല എന്നുള്ളത് നാം അറിയേണ്ട ഒരു കാര്യമാകുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടോ? ഭക്ഷണത്തിന് വേണ്ടിയുള്ള വേവലാതിയുണ്ട്, മരുന്നിന് വേണ്ടിയുള്ള വേവലാതികളുണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകൾ പരിഹരിക്കാനുള്ള വേവലാതികൾ ആളുകൾ കഴിഞ്ഞു പോവാണ്. അവിടെ നമ്മൾ അറിയണം, എൻ്റെ വീട്ടിൽ ഞാൻ സുഭിക്ഷമായി സുഖകരമായി 5 നേരമോ 4 നേരമോ ഏറ്റവും നന്നായി ഭക്ഷണം കഴിക്കുമ്പോൾ, ആ ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭാഗം തന്നെ ഞാൻ വേസ്റ്റായി തട്ടിക്കളയുമ്പോൾ, ആ വേസ്റ്റിൻ്റെ ഒരു ഭാഗത്തിന് വേണ്ടി ആർത്തിയോടെ ഏറ്റവും അധികം ഇഷ്ടത്തോടു കൂടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ ഒരുപക്ഷെ അപ്പുറത്തുണ്ട് എന്നുള്ള ചിന്ത, ആ ചിന്തയുണ്ടാകുമ്പോഴാണ് തൗഹീദിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട മുഖം നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത്. നമ്മൾ അറിയണം, അവിടെ നമസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ നരകത്തിൽ കടക്കുന്ന ആ തിന്മയെപ്പറ്റി പറഞ്ഞ പോലെ തന്നെ പിന്നെ പറയാണ്, അവർ ഭക്ഷണം പാവങ്ങൾക്ക് കൊടുത്തില്ല എന്നാ പറഞ്ഞത്. മറിച്ച് എന്തു ചെയ്തു? അതൊക്കെ തന്നെ ഈ സമൂഹത്തിൻ്റെ ആവശ്യമായ കാര്യങ്ങളെപ്പറ്റി പറയുന്ന ആയത്തുകൾ, അതൊന്നും അത്ര ഗൗനിക്കേണ്ട കാര്യമല്ല, അതൊക്കെ വേറെ ആൾക്കാർ ചെയ്തോളും, നമ്മളൊന്നും ഗൗനിക്കേണ്ട കാര്യമില്ല, നമുക്ക് ആ വിഷയത്തിലൊന്നും പറയേണ്ടതില്ല എന്ന് ഒരു മുജാഹിദ് പ്രവർത്തകന് ചിന്തിക്കാൻ പാടില്ല. അവിടെ ഖുർആൻ പറയുന്നു, വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഞങ്ങൾ പരിഹസിക്കുന്നവരായിരുന്നു, ഞങ്ങൾ പരലോകം നിഷേധിക്കുന്നവരായിരുന്നു. കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത്, ജീവിതത്തിൽ ഈ നന്മകൾ ഉണ്ടാകണം. മലമ്പ്രദേശം താണ്ടിക്കിടക്കുന്ന പുണ്യം എന്താ ഖുർആൻ പറഞ്ഞത്? നമസ്കരിക്കലാണോ? നോമ്പ് നോൽക്കലാണോ? എന്താ ഖുർആൻ പറഞ്ഞത്? ഫലഖ്തഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ. ആർക്കാണ്? യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ സുമ്മ കാന മിനല്ലദീന ആമനു. വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഒരു വ്യക്തി നമ്മോട് വന്ന് പറയാണ്, മരുന്ന് വാങ്ങാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, വലിയ പ്രയാസമാണെന്ന് പറയുമ്പോൾ, നമുക്ക് ആ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന് നമ്മൾ നടത്താൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ഫംഗ്ഷന് വെച്ച പൈസയിൽ നിന്ന് ഒരു അല്പമെടുത്ത് സഹായിക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ ആയത്തിൻ്റെ ആശയം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകളാകുന്നു സഹോദരി സഹോദരന്മാരെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിത ചെലവുകളെയും നമ്മൾ ചെലവഴിക്കുന്ന കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കുമ്പോഴാണ് ആയത്തിൻ്റെ ആ സ്വാധീനം നമ്മുടെ ജീവിത മേഖലയെ ധന്യമാക്കി മാറ്റുന്നത്. ഖുർആൻ പറഞ്ഞല്ലോ, ഫലഖ്തഹമൽ അഖബ, ആ മനുഷ്യൻ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു വലിയ പർവ്വതം നടന്നു കയറാൻ എത്ര പ്രയാസമാണ് ഒരാൾക്ക്. ആ വലിയ പർവ്വതം കയറുന്നതിന് സമാനമായ 2 കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞിരിക്കണം. ആ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഫലഖ്തഹമൽ അഖബ, അവൻ ഗിരിപ്രദേശം താണ്ടിക്കടന്നില്ല. അല്ലാഹു ചോദിക്കുന്നു, വമാ അദ്റാകമൽ അഖബ, എന്താണ് ഗിരിപ്രദേശം താണ്ടിക്കടക്കുക എന്ന് പറഞ്ഞാൽ? മലമ്പാത നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ താങ്കൾ മനസ്സിലാക്കിയത്? 2 കാര്യമാണ്. ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ. നോക്കൂ നിങ്ങൾ, അടിമയെ മോചിപ്പിക്കലാണത്, അല്ലെങ്കിൽ ക്ലേശഭൂയിഷ്ഠമായ ദിവസം പാവങ്ങൾക്ക് അന്നദാനം നിർവഹിക്കലാണത്. ഫീ യൗമിൻ ദീ മസ്ഗബ, ആർക്കാണ് കൊടുക്കേണ്ടത്? യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ, ഒന്നുകിൽ അടുത്ത ബന്ധുവായ അനാഥകൾക്ക്, അല്ലെങ്കിൽ വിശന്ന് മണ്ണ് തിന്നുന്ന പരുവത്തിലെത്തിയിട്ടുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനെന്ന് അല്ലാഹു പറയണം. സുമ്മ കാന മിനല്ലദീന ആമനു, പിന്നെ അവൻ വിശ്വാസിയാവുകയും ചെയ്യണം. അപ്പോൾ പാവപ്പെട്ടവൻ വരുമ്പോൾ അതൊക്കെ ഇപ്പോൾ അള്ളാൻ്റെ പരീക്ഷണമല്ലേ, നീ ക്ഷമിച്ചോ എന്നല്ല, മറിച്ച് എന്താ, ആദ്യം അവന് 10 രൂപ കൊടുത്തിട്ട് നീ ക്ഷമിച്ചോ എന്ന് പറയണമെന്നാണ്. മറ്റത് പ്രയാസമില്ലാത്ത കാര്യമാണ്. രോഗം അല്ലാഹു നൽകുന്നു എന്നല്ലേ, നീ ക്ഷമിച്ചാൽ കൂലിയുണ്ടല്ലോ, അത് ഉപദേശമാണ്. അവിടെ ഉപദേശത്തിൻ്റെ അപ്പുറത്ത് ആദ്യമായി വേണ്ടത് നിന്റെ കൈവശമുള്ള ആ വസ്തു അവന് നൽകിയിട്ട് പറയണം, രോഗം അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്, ക്ഷമിച്ചോ എന്ന് രണ്ടാമത് പറയണമെന്നാണ് അള്ളാഹു പറഞ്ഞു. സുമ്മ കാന മിനല്ലദീന ആമനൂന പറഞ്ഞ്, പിന്നെ അവൻ വിശ്വാസിയാവുകയും ചെയ്തു. അപ്പോൾ മതത്തിൻ്റെ ജീവകാരുണ്യ മുഖമാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ നോക്കൂ, മലമ്പ്രദേശം താണ്ടിക്കിടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. വലിയ ഹിമാലയ സാനുക്കൾ ആർക്കാണ് നടന്നു കയറാൻ സാധിക്കുക?
അതിന് സമാനമായ പുണ്യം ഖുർആൻ പറയാണ്. ആയിരക്കണക്കിന് ദിർഹമുകൾ കൊടുത്തിട്ടാണ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ അവിടെ സ്വഹാബത്തിനെ മോചിപ്പിക്കുന്നത്. ആ മോചനത്തിന് സമാനമായ കാര്യമാണ് എന്ത് പിന്നെ പറയുന്ന കാര്യം. ഫലഖ്തഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ ഫക്കു റഖബയാണ് ഒന്ന്. ആ പർവ്വതത്തിൽ കയറുന്ന അത്രയും ഗൗരവമുള്ള കാര്യമാണ് അടിമനെ മോചിപ്പിക്കുക. പിന്നെയോ ഔ ഇത്ആമൻ ഫീ യൗമിൻ ദീ മസ്ഗബ, വളരെ പ്രയാസകരമായ ദിവസം ഭക്ഷണം കൊടുക്കുക. അടിമനെ മോചിപ്പിക്കുന്ന അത്രയും പ്രാധാന്യം പ്രയാസമുള്ള ദിവസം ഭക്ഷണം കൊടുക്കുക. ആർക്ക് കൊടുക്കണം? സ്വന്തം അയൽപക്കത്തുള്ള ആൾക്ക്. അവിടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ തിന്നാനുള്ള ഭക്ഷണത്തെപ്പറ്റി മാത്രമാണോ? അല്ല, മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ വസ്ത്രമാവട്ടെ, ഭക്ഷണമാവട്ടെ, പാർപ്പിടമാവട്ടെ, സൗകര്യമാവട്ടെ, എന്തായിരുന്നാലും അവിടെ ഈ ആയത്തിൻ്റെ പരിധിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അയൽപക്കത്തുള്ള ആളുകളെ കാണുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ അയൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവരെ കാണുന്നുണ്ടോ? അതല്ല, നമ്മൾ ഏറ്റവും വലിയ വീട് കെട്ടുന്നു, ഏറ്റവും വലിയ ഗേറ്റ് വെക്കുന്നു, ആ ഗേറ്റിൽ ഏറ്റവും നല്ല ഒരു പാറാവുകാരനെ വെക്കുന്നു, അതുമല്ലെങ്കിൽ ജീവികളെ വെക്കുന്നു, ആരും കടന്നു വരാൻ പാടില്ല, അത്രയും അൽസേഷ്യനായിട്ടുള്ള ജീവിയെ വെച്ച് ഒരാൾ പോലും അങ്ങോട്ട് കടന്നു വരാൻ പാടില്ല എന്ന വിധത്തിൽ നാം കെട്ടി ഉയർന്ന മതിലുകൾ കൊണ്ട് നാം സമൂഹത്തെ വേർതിരിക്കുന്നുവോ എന്നന്വേഷിക്കലാണ് ആയത്തിൻ്റെ ആശയം. ഫലഖ്തഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, വലാ തഹല്ലൂന അലാ തആമിൽ മിസ്കീൻ വതഅകുലൂന തുറാസ അക്ലൽ ലമ്മാ, നിങ്ങൾ അങ്ങേയറ്റം സമ്പത്ത് നിങ്ങൾ എന്തു ചെയ്യുന്നു? തിന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറയാ ഫതഅകുലൂന തുറാസ അക്ലൽ ലമ്മാ, നിങ്ങൾ സമ്പത്തിനെ ഏറ്റവും അധികം തിന്നുന്നു പറയുമ്പോൾ എന്താ പറയുക? നിങ്ങൾ അതിന് വേണ്ടി മാത്രം ജീവിക്കുകയാണ്, തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളെ പറ്റിയാണ് പറഞ്ഞത്. അക്ലൽ ലമ്മാ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, നിങ്ങൾ പണത്തോട് അങ്ങേയറ്റം ഇഷ്ടം വെക്കുന്നു. ഹുബ്ബ് എന്ന് പറയുന്ന പ്രേമമാണ്, ഇഷ്ടമാണ്. പണത്തിന് മുകളിൽ നിങ്ങൾ ഒരുപക്ഷെ അടയിരിക്കുന്നവരായി കഴിയുകയാണ്. പറയാറുണ്ടല്ലോ, പണത്തിന് മുകളിൽ പരുന്ത് പോലും പറക്കാത്ത അവസ്ഥയെന്ന് പറയുമ്പോൾ ആ പണം എന്ന് പറയുന്നതിന് നിങ്ങൾ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ഭാഗമായി കാണുകയും അതിനപ്പുറത്തുള്ള ഒരു കാരുണ്യത്തിൻ്റെയോ മനുഷ്യത്വത്തിൻ്റെയോ നന്മയുടെയോ മുഖം കാണാതിരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നിമിത്തം നമ്മൾ പറയാണല്ലോ, സമൂഹത്തിന് ദാനം ചെയ്യാൻ നമുക്കെങ്ങനെ സാധിച്ചു? നമുക്ക് ഉത്ബോധനം കൊണ്ടാണ് സാധിച്ചത്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സൗകര്യങ്ങളും സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല കമ്മിറ്റികളും പല മഹല്ലുകളും സക്കാത്തുകൾ സംഭരിക്കുന്നു. KNM സംസ്ഥാന തലത്തിൽ സക്കാത്ത് സംഭരിച്ച് കൊടുക്കാൻ ഏർപ്പാട് ചെയ്യുന്നു. അതിന് സോഷ്യൽ വർക്ക് നടത്തുന്ന പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ എല്ലാ മഹല്ലുകളിലും സക്കാത്ത് കമ്മിറ്റികളുണ്ട്. അതുപോലെ തന്നെ നിരന്തരമായി ജീവകാരുണ്യ മേഖലകളെപ്പറ്റി അറിയുന്ന വിശ്വാസികളായ ആളുകൾ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ സഹായിക്കുന്നു. അങ്ങനെ അവരുടെ മനസ്സിന് ആർദ്രതയുണ്ടാകുന്നു. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടായിട്ട് പോലും കൊടുക്കുക എന്ന ഒരു ചിന്ത പോലുമില്ലാത്ത പല ആളുകളെയും കാണാൻ സാധിക്കും. എന്താ ഇതിൻ്റെ കാരണം? അവർ പണമില്ലാത്തവരെ കൊണ്ടല്ല, അവർ ലക്ഷാധിപതി അല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ പാരത്രികമായ അവസ്ഥയെപ്പറ്റി അവർ അറിയുന്നില്ല, മാനുഷികമായ മുഖം അവർ അറിയുന്നില്ല. മറിച്ച് എൻ്റെ കുടുംബം, എൻ്റെ ജോലി, എനിക്കുള്ള ശമ്പളം, എൻ്റെ വരുമാനം, അങ്ങനെ സ്വന്തമായ വൃത്തത്തിൽ മാത്രം കറങ്ങുന്ന മനുഷ്യർ നമ്മളവരെ പല സമൂഹങ്ങളിലും കാണുന്നു. ഞാൻ ആ സമൂഹങ്ങളുടെ പേര് പറയുന്നില്ല. ചില ആൾക്കാർ പറയാറുണ്ട്, നിങ്ങളെ പിന്നെ സമുദായത്തിലാണ് ഞങ്ങളായിരുന്നതെങ്കിൽ ഞങ്ങൾക്ക് മരുന്നിന് പൈസ പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല, ഞങ്ങൾക്ക് പ്രയാസങ്ങൾ ഒരുപാട് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. മരുന്ന് കിട്ടുന്നു, അരി കിട്ടുന്നു, സഹായം കിട്ടുന്നു. പക്ഷെ ഞങ്ങളുടെ ഈ സമുദായത്തിൽ അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ആ സമുദായങ്ങളുടെ പേര് പറയുന്നില്ല. അവിടെ നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ട് നമുക്ക് ഈ ആർദ്രതയുണ്ടായി? നമ്മൾ ഈ ഉത്ബോധനങ്ങൾ മനസ്സുകൾ ഏറ്റുവാങ്ങിയത് കൊണ്ടാണ്. അതിൻ്റെ അടിസ്ഥാനം പരലോകബോധമാണ് മനുഷ്യനെ ഇതിലേക്ക് നയിക്കുന്നതെന്ന് അടുത്തായത്ത് പറയുന്നത്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റ. സഹോദരങ്ങളെ, ഇനി ആയത്തിൻ്റെ ഭാഗം വിശദീകരിക്കുന്നത് പരലോകത്തെപ്പറ്റിയുള്ള വിഷയമാണ്. എന്തിന് നമ്മൾ കൊടുക്കുന്നു? പരലോകമുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ്. ഖുർആൻ എവിടെയൊക്കെ നൽകാൻ വേണ്ടി പറഞ്ഞ അവിടെയൊക്കെ അള്ളാഹുവിനെ പറ്റിയും പരലോകത്തെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്.
എന്താ അതിൻ്റെ കാരണം? പരലോകബോധമാണ് എൻ്റെ കൈവശമുള്ള പണം കൊടുക്കാൻ എനിക്ക് സഹായകമാകുന്നത്. അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ 1000 രൂപ നിങ്ങൾ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ആ 1000-ന് അവിടെ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള പാരത്രികമായ ബോധം മാത്രമാണത്. ആ ബോധമില്ലായ്മയാണ് മറ്റേതിന് സമൂഹങ്ങൾ ഒരു 100 രൂപ പോലും ഒരു ഇത്തിരി പോലും മറ്റൊരുത്തിന് കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം ആ പരലോകബോധമില്ലായ്മയാണ്. നമ്മൾ മനസ്സിലാക്കണം. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്ക. അങ്ങനെ വേണ്ട, നിങ്ങൾ ആ പണത്തോട് അമിതമായി ഇഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട. മറിച്ച് ഭൂമി കിടുകിട വിറപ്പിക്കപ്പെട്ടാൽ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ. നിന്റെ രക്ഷിതാവും മലക്കുകളും ഖിയാമത്ത് നാളിൽ അണിയണിയായി വരികയും ചെയ്താൽ വജീഅ യൗമഇദിൻ ബിജഹന്നം. അന്ന് നരകം കൊണ്ടുവരപ്പെടുന്നു. യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ. അന്ന് മനുഷ്യൻ ജീവിതത്തെപ്പറ്റി ആലോചിക്കുന്നു. വഅന്നാ ലഹു ദിക്റ. അവൻ എവിടുന്നാണ് ആലോചന കിട്ടുന്നത്? യഖൂലു. അവൻ ചോദിക്കുന്നു, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. എൻ്റെ ജീവിതത്തിൽ ഞാൻ വല്ലതും മുന്തി ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പടച്ചവനെ. അല്ലാഹ് പറയാണ്, ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്. അല്ലാഹു തആല അന്ന് ഇവനെ ശിക്ഷിക്കുന്നത് പോലെ ഒരാളെയും ശിക്ഷിക്കുകയില്ല. വലാ യൂസിഖു വസാഖഹു അഹദ്. ഇവനെ പിടിച്ചു ബന്ധിക്കുന്ന പോലെ അല്ലാഹ് ഒരുത്തനെയും പിടിച്ചു ബന്ധിക്കുകയില്ല. പരലോകം എന്ന് പറയുന്ന വസ്തുത, വരാൻ പോകുന്ന യാഥാർത്ഥ്യം, അന്ത്യവിനാഴികയെക്കുറിച്ചുള്ള ഖുർആനിക സന്ദേശം നമ്മൾ നിരന്തരമായി കേട്ടവരാകുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരലോകമുണ്ടാകുമോ? ആർക്കാണ് സംശയം? നമ്മൾ ഇന്നും കേട്ടു, നമ്മുടെ അയൽപക്ക രാജ്യത്ത് ശക്തമായ ഭൂചലനം ഉണ്ടായി നമ്മൾ വാർത്തയിൽ കേട്ടു. നമ്മളോട് സഹോദരന്മാർ പറഞ്ഞു. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് അള്ളാഹു തആല ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥ അവിടെ ഉണ്ടാക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാതരം കെടുതികളിലും നമുക്ക് രക്ഷയും സമാധാനവും ശാന്തിയും നൽകുമാറാവട്ടെ. അപ്പോൾ പരലോകമുണ്ടാവുക, ഭൂമി കിടുകിട വിറപ്പിക്കപ്പെടുക, അതിന്നിപ്പോൾ ഒരു വിഷയമല്ല. കാരണം 2.5, 5.8, 9.6 എന്ന് പറഞ്ഞാൽ അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറയാൻ ഞാനോ കേൾക്കാൻ നിങ്ങളോ ഉണ്ടാവുകയില്ല. അത് കാത്തിരക്ഷിക്കുമാറാവട്ടെ. അത് 12.8 റെക്ടർ സ്കെയിലിൽ കുലുങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അത് പറയാനുള്ള മണ്ണ് പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടാവുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. അപ്പം പരലോകത്തിൻ്റെ അന്ത്യവിനാഴികയുടെ ആ ലക്ഷണങ്ങളെപ്പറ്റി നമ്മൾ അറിയുന്നത് എന്തിനു വേണ്ടിയാണ്? പരലോകമുണ്ടാകുമെന്ന് അല്ലാഹ് പറയുന്നത് കണ്ടുകൊണ്ടുള്ള അടയാളങ്ങൾ കാണിക്കുകയാണ്. അല്ലാഹു തആല എന്തിനും ദൃഷ്ടാന്തങ്ങൾ കാണിക്കുന്നുണ്ട്. ആ ദൃഷ്ടാന്തമാണ് ഭൂമി കുലുങ്ങുക എന്ന് പറയുന്നത്. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞല്ലോ, അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ്. പരലോകത്തിൻ്റെ കാര്യം അല്ലാഹു തആല എന്തിനാ ആവർത്തിച്ചു പറയുന്നത്? വിഷയത്തിൻ്റെ അതീവ ഗൗരവതരമായ കാര്യം കൊണ്ടാണത്. അതീവ ഗുരുതരാവസ്ഥയെപ്പറ്റി സൂചിപ്പിക്കുമ്പോഴാണ് ആവർത്തിച്ച് പറയുക. മറിച്ച് നമസ്കാരം ഒരു ആയത്തിൽ 2 വട്ടം പറഞ്ഞില്ല. അഖീമുസ്സലാത്ത വആതു സക്കാത്ത പറഞ്ഞു. പരലോകത്തിൽ പറഞ്ഞു അൽ ഖാരിഅ, അതിശക്തമായ പ്രകമ്പനം. അള്ളാഹുവിന് വീണ്ടും പറയാണ്, എന്താ മൽ ഖാരിഅ, എന്താണ് ഈ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ? എന്നിട്ടും അറിയാത്ത ചിന്തിക്കാത്ത മനുഷ്യനോട് പറയാ, വമാ അദ്റാക മൽ ഖാരിഅ, എന്താണ് നീ മനസ്സിലാക്കിയത് ആ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ? ഖറഅ എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിച്ചു എന്നാണ്. നമുക്ക് ആ കൂട്ടിയിടിച്ചു എന്ന് മലയാളമല്ലാതെ അതിൻ്റെ പ്രാവർത്തികമായ അവസ്ഥയെപ്പറ്റി നമുക്ക് പറയാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല. ആയിരക്കണക്കിന് ബോംബർ വിമാനങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന് ഖുർആൻ എന്ന് പറയും. പക്ഷേ അത് ദുന്യാവിലുണ്ടാകുന്ന ശബ്ദം മാത്രമാണ്, അത് പരലോകത്തിൻ്റെ ശബ്ദമല്ല. നമ്മൾ മനസ്സിലാക്കണം. വേറെ സ്ഥലത്ത് പറഞ്ഞു ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. അവിടെ പറഞ്ഞു ഭൂമി അതിൻ്റെ പ്രകമ്പനം കൊള്ളിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിശക്തമായി ഉണ്ടാകുന്ന അവസ്ഥയെപ്പറ്റി പറയാണ്. ഇന്ന് നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. നമ്മൾ ഭൂമി കുലുങ്ങുന്നത് നാം കാണുന്നു. ഒരു പക്ഷേ നമ്മൾ തന്നെ നമ്മുടെ വീടുകളിൽ കഴിയുമ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് പാത്രങ്ങൾ വീണത് നമ്മൾ കണ്ടു, ജനലകൾ ഇളകിയത് നാം കണ്ടു. അതിൻ്റെ ചെറിയ 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 അടയാളങ്ങൾ മാത്രമാണ്, ആയത്തുകൾ മാത്രമാണ്. ആ ആയത്തുകളിൽ കൂടി നമുക്കറിയേണ്ട വസ്തുത അന്ത്യവിനാഴികയുടെ ഹഖീഖത്തിനെ കുറിച്ചാണ്. 101% സത്യമായ കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ പറയാണ്, വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദ. പരലോകത്തിൻ്റെ മുന്നോടിയായി ഭൂമി കുലുങ്ങുന്നത് പറഞ്ഞിട്ട് പിന്നെ പറയാണ്, വയൗമ നുസയ്യിറുൽ ജിബാല, പർവ്വതങ്ങളെ നാം നടത്തിക്കളയും. വതറൽ അർള ബാരിസ, ഈ ഭൂമിക്ക് ആണികളായി നിൽക്കുന്ന ഈ ആണികളായി നിൽക്കുന്ന മുഴുവൻ പർവ്വതങ്ങളും
അത് മുഴുവൻ ഇളകിയാടുമെന്ന അള്ള പറഞ്ഞത്. വതറൽ അർള ബാരിസ, ഭൂമിയെ നിനക്കൊന്നുമില്ലാത്ത, കുണ്ടുകളില്ലാത്ത, കുഴികളില്ലാത്ത, സമുദ്രമില്ലാത്ത, ഒന്നുമില്ലാത്ത പരന്നു കിടക്കുന്ന സമതലമായി കാണാൻ സാധിക്കും മനുഷ്യ. വതറൽ അർള ബാരിസ വഹശർനാഹും, അവർ നാം ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിർ മിൻഹും അഹദാ, ഒരാളെയും നമ്മൾ ഒഴിവാക്കൂല അള്ള പറയാണ്. നോക്കൂ നിങ്ങൾ, വൈദൽ ജിബാലു സുയ്യിറത്, പർവ്വതങ്ങൾ നടത്തപ്പെട്ടാൽ, ഖുർആൻ പറയാണ്. അന്ന് നമ്മൾ കാണുന്ന കാര്യം ഖുർആൻ പരലോകത്തിന്റെ ലക്ഷണങ്ങളായി, അന്ത്യവിനാഴി അടയാളങ്ങളായി പറഞ്ഞു. വൽ ബഹരിൽ മസ്ജൂർ, പർവ്വതം അല്ല സമുദ്രങ്ങൾ കത്തിക്കപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമുദ്രം കത്തോ? സമുദ്രം എങ്ങനെ കത്തും നമ്മൾ മനസ്സിലാക്കണം. വൈദൽ ബിഹാർ സുജ്ജിറത്, വേറെ സ്ഥലത്ത് പറഞ്ഞു സമുദ്രം കത്തിക്കപ്പെട്ടാൽ. സമുദ്രത്തിലെ വെള്ളം കത്തിപ്പോകുമെന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ ഈ പറയുന്നത്? വെള്ളം കത്തുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കത്തുന്നത് കെടുത്തുന്ന വസ്തുവാണല്ലോ. ഫയർ കെടുത്താനല്ല വെള്ളം കൊണ്ടുവരുന്ന, പിന്നെ എങ്ങനെയാ സമുദ്രം കത്തുക? അവിടെ നമ്മൾ ചിന്തിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് സുനാമി ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടു, സുനാമി തിരകളുടെ മുകൾ ഭാഗത്ത് നിങ്ങളും ഞാനും കണ്ടത് അഗ്നിയാണ്, തീയാണ്. എന്തേ അപ്പോൾ അത് സംഭവിച്ചത്? സുനാമി ഉണ്ടായപ്പം വെള്ളമാണല്ലോ ഉയർന്നു പൊങ്ങിയത്. അവിടെ സുമാത്ര ദ്വീപിൽ, ഇന്തോനേഷ്യയിൽ ഉണ്ടായ സുനാമിയുടെ പ്രഭവസ്ഥലം സുമാത്ര ദ്വീപാണെന്ന് പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആഴിയിൽ ഭൗമപാളികൾ ഇളകിയാടിയപ്പോൾ, അത് മാറിയപ്പോൾ വെള്ളം ശക്തമായി അടിയിലേക്ക് പോയി. പിന്നെ തിരത്തള്ളലുകളായി നമ്മൾ 2-3 നമ്മുടെ തെങ്ങിൻ്റെ ഉയരത്തിൽ വെള്ളം സമുദ്രത്തിൽ ഉയർന്നു പൊങ്ങിയത് നാം കണ്ടു. 2-3 തെങ്ങിൻ്റെ ഉയരം. പിന്നെ നമ്മൾ കണ്ടത് അതിശക്തമായ തീയാണ്. അപ്പം എന്താ മനസ്സിലാക്കുന്നത്? വെള്ളം അത് വിഘടിക്കുകയാണ്. വെള്ളത്തിൻ്റെ രാസനാമം നമുക്കറിയാം, 2 ഹൈഡ്രജൻ, 1 ഓക്സിജനാണ്. ഹൈഡ്രജൻ കത്തുന്നു, ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന ഇന്ധനമാണ്. അപ്പോൾ ഈ ശക്തമായ വെള്ളം അടിച്ച് മുന്നോട്ട് വരുമ്പോൾ, അത് ഉയർന്നു പൊങ്ങുമ്പോൾ, അത് തിരത്തള്ളലുണ്ടാകുമ്പോൾ, അവിടെ നമ്മൾ കണ്ടത്, ഇന്തോനേഷ്യയിൽ നമ്മൾ കണ്ടത്, അതുപോലെയുള്ള ദ്വീപുകളിൽ നാം കണ്ടത്, അവിടെ ഒരു സമുദ്രത്തിൽ മാത്രമുണ്ടായ ഒരു 8-9 റെക്ടർ സ്കെയിലിൽ പോയിന്റ് മാത്രമുണ്ടായ ആ സുനാമിയിൽ നമ്മൾ കണ്ടത് അവിടെ തീയാണ്. സ്റ്റാറ്റിക് വൈദ്യുതി എന്ന് പറയും, അവിടെ ഉണ്ടാകുന്ന വൈദ്യുതി അതാണ്. അതൊരു സ്ഥലത്താണ് ഉണ്ടായത്. നമ്മൾ കണ്ടതോ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചതാണ്. ഇനി നമ്മൾ നോക്കുക, പരലോകത്തിൽ അല്ലാഹു പറയുന്നു, ഇദശംസു കുവ്വിറത്, സൂര്യൻ കെട്ടുപോവുകയാണ്. സൂര്യൻ അസ്തമിച്ചു പോകുന്നതല്ല, കെട്ടുപോവുകയാണ്. അതിൻ്റെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. വൈദന്നുജൂമുൻ ഖദർ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയാണ്. അതിനെ മൊത്തത്തിൽ ഖുർആൻ പറഞ്ഞു, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളു വസ്സമാവാത് വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഈ പ്രപഞ്ചത്തിലെ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളല്ല, 10,000-കണക്കിനല്ല, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ ഉള്ള ഗാലക്സികൾ, അവയൊക്കെ തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഗുരുത്വാകർഷണം നഷ്ടപ്പെട്ട് അത് മുഴുവൻ ചിതറിത്തെറിക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ പിന്നെ പർവ്വതത്തിലെ സമുദ്രത്തിലെ വെള്ളത്തിന് അവിടെ നിൽക്കാൻ സാധിക്കുമോ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉതിർന്നു വീഴുമ്പോൾ, ഭൂമിയുടെ താളം തെറ്റുമ്പോൾ, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള്, ഭൂമിയെ മറ്റൊന്നായി രൂപാന്തരപ്പെടുത്തുമ്പോൾ, വസ്സമാവാത്തു, ഈ ആകാശങ്ങളും ഗാലക്സികളും നക്ഷത്രങ്ങളും ഒക്കെ തന്നെ മറ്റൊന്നായി രൂപാന്തരപ്പെടുമ്പോൾ പിന്നെ അവിടെ ഈ സമുദ്രത്തിലെ വെള്ളത്തിന് സ്ഥാനമുണ്ടോ? ഇല്ല. ഈ ഭൂമിയിൽ നമ്മൾ അറിയുന്നു 2 ഭാഗം സമുദ്രമാണ്, 2 ഭാഗം വെള്ളമാണ്. നമ്മൾ സുനാമിയിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ടത് ഒരു സമുദ്രത്തിൽ മാത്രമുണ്ടായ തിരത്തള്ളലാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ 2 ഭാഗം വെള്ളവും ഉയർന്നു പൊങ്ങി അത് കത്താൻ തുടങ്ങിയാൽ അവിടെ ആയത്ത് പറയുന്നു, വൽ ബഹരിൽ മസ്ജൂർ, കത്തിക്കപ്പെടുന്ന സമുദ്രം. മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? സമുദ്രം കത്തുന്നത് നമ്മൾ അന്ന് കണ്ടു, ഇനി നമ്മൾ കാണാണ് വൽ ബഹരിൽ മസ്ജൂർ, സമുദ്രം കത്തിക്കപ്പെടുകയാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്. എന്താ പറഞ്ഞത്? അന്ന് നരകം കൊണ്ടുവരപ്പെടുന്നു. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ വജീഅ യൗമഇദിൻ ബിജഹന്നം. പറഞ്ഞില്ലേ, അന്ന് നരകം കൊണ്ടുവരപ്പെടുകയാണ്. ഏതാണ് നരകം? ഈ സമുദ്രം മുഴുവൻ കത്തിയാളുന്ന ലാവകളായി മാറുന്ന വെള്ളത്തിന്റെ തീജ്വാലകൾ. നമുക്കെന്താ മനസ്സിലേക്ക് കടക്കാൻ പ്രയാസമുണ്ടോ? വജീഅ യൗമഇദിൻ ബിജഹന്നം, 70,000 മലക്കുകൾ കൊണ്ടുവരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞത് അതിൻ്റെ മജാസിയായ അർത്ഥമാണ്. അത് വലിച്ചു കൊണ്ടുവരും. നമുക്കങ്ങനെ തന്നെ ചിന്തിക്കാൻ പ്രയാസമില്ല. അപ്പം നരകമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് നിന്ന് ഇറക്കിക്കൊണ്ടുവരണമെന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല.
അവിടെ തന്നെ നരകമാണ്. ഈ 2/3 വെള്ളം കത്തിയാൽ പിന്നെ എന്താ കാണുന്നത്? വെള്ളം, തീ ജ്വാലകളാണ്. ഇനി ഒന്നുകൂടി നമ്മൾ പറയാ, നമ്മളിരിക്കുന്ന ഭൂമി, ഈ ഭൂമിക്കടിയിലേക്ക് നമ്മൾ കുഴിച്ചു നോക്കിയാൽ വെള്ളം കാണും. പിന്നെ എന്ത് കാണും? ഭൂമി കുഴിച്ചാൽ എന്ത് കാണും? വെള്ളത്തിന് അപ്പുറത്ത് എന്ത് കാണും? ഒഴുകിത്തിളക്കുന്ന ലാവകൾ കാണും. ഒഴുകിത്തിളക്കുന്ന ലാവകൾ കാണും. ഈ ലാവകളാണ് ചില സ്ഥലങ്ങളിൽ, ജപ്പാനിലൊക്കെ നമ്മൾ അതിങ്ങനെ അഗ്നിപർവ്വതങ്ങളായി കാണുന്നത്. 50 കിലോമീറ്റർ താഴെ എന്നാ പറഞ്ഞത്. നമ്മൾ ഇരിക്കുന്ന ഭൂമിയുടെ, താമസിക്കുന്ന ഭൂമിയുടെ, കെട്ടിയുണ്ടാക്കിയ സൗധങ്ങളുടെ ഭൂമിയുടെ 50 കിലോമീറ്റർ താഴെ ഈ കാണുന്ന ഏറ്റവും നല്ല സമുദ്രങ്ങൾക്ക് അടിയിൽ നമ്മൾ കാണുന്നത് തിളച്ചുകൊണ്ടിരിക്കുന്ന ലാവകളാണ്. ഈ ലാവ പുറത്ത് വരുന്നത് നമ്മൾ കാണുന്നത്, നാളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ, കാണുന്നില്ല. അപ്പൊ എന്ത് കിട്ടുന്നു നമുക്ക്? ഭൂമിയുടെ അടിഭാഗം മുഴുവൻ സ്ഥലത്തും 50 കിലോമീറ്റർ താഴോട്ട് പോയാൽ ഉരുകി തിളക്കുന്ന ലാവകൾ. ആ ഭൂമി അങ്ങോട്ട് പുറത്തേക്ക് വന്നാൽ, ഖുർആൻ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു വസ്ഖാലഹാ. ഭൂമി അതിന്റെ മുഴുവൻ ഭാരങ്ങളും പുറത്തേക്ക് എടുത്തെറിയുകയാണ്. ആ എടുത്തെറിയുന്ന വസ്തുവിൽ എന്തുണ്ട്? ഇന്ധനമുണ്ട്. ഏറ്റവും നല്ല ഇന്ധനമുണ്ട്. ഏതാണത്? പെട്രോളുണ്ട്, ഡീസലുണ്ട്, നിഫ്റ്റുണ്ട്, മുഴുവൻ ഗന്ധകങ്ങളുമുണ്ട്. തീ കാണുമ്പോഴേക്ക് കത്തുന്ന ഏറ്റവും നല്ല ഗന്ധം, ഇന്ധനമാകുന്ന പെട്രോളുണ്ട്. അത് പുറത്തേക്ക് വരികയാണ്. നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നരകം വേറെ രാജ്യത്തുനിന്ന് കൊണ്ടുവരണോ? നരകം വേറെ ഇറക്കുമതി ചെയ്യണോ? നമ്മൾ പരിശോധിക്കണം. ഇരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ തീ, സമുദ്രം മുഴുവൻ തീ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ഇൻസാൻ, അന്ന് മനുഷ്യൻ ആലോചിക്കും. പക്ഷേ എവിടുന്ന് ആലോചന കിട്ടുക? ഈ ദുന്യാവിൽ 1 മുതൽ 70 80 അല്ലയ മരിക്കുന്ന വർഷം വരെ ജീവിച്ച ആ മനുഷ്യന് കാര്യങ്ങൾ ഉറ്റാലോചിക്കാൻ ആയത്തുകൊണ്ട് പഠിച്ചുകൊണ്ട് അവന് സാധിച്ചില്ലെങ്കിൽ ആരാണ് പിന്നെ അവന് ചിന്ത കൊടുക്കുക? പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂൽ ആ സംഭവത്തെപ്പറ്റി പറയുന്ന ഒരു ഹദീസ് കൂടി നമ്മൾ കേൾക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുകയാണ്. ആ വിചാരണ സമയത്ത് നമ്മൾ കേൾക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയകല്ലിമുഹു റബ്ബുഹു. നിങ്ങളിൽ ഒരാളും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് സംസാരിക്കാതെ ഒഴിവാക്കുകയില്ല. എങ്ങനെ സംസാരിക്കുക? ലൈസ ബൈനഹു ബൈനല്ലാഹി തർജുമാൻ. അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു ട്രാൻസ്ലേറ്ററുടെ ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് എവിടെയാണെങ്കിലും ഭാഷ അറിയില്ലെങ്കിൽ ദ്വിഭാഷിയെ വെക്കും. അള്ള വെക്കുന്ന ഒരു ദ്വിഭാഷയും വേണ്ട. എന്നോട് ചോദിക്കുന്നു, ഏതൊരു മനുഷ്യനോടും ചോദിക്കാൻ അള്ളാഹുവിൻ്റെയും അവൻ്റെയും ഇടയിൽ ആ കാര്യം വിശദീകരിക്കാൻ ഒരു തർജുമാൻ്റെ ആവശ്യമില്ല. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെപ്പറ്റിയും ചോദിക്കപ്പെടുന്ന മനുഷ്യൻ അവൻ്റെ ഓരോ കാര്യങ്ങൾക്കും ഉത്തരം പറയേണ്ട സമയത്ത് അവൻ നോക്കുന്നു, ഫനളറ ഐമന, മനുഷ്യൻ അവൻ്റെ വലത് ഭാഗത്തേക്ക് നോക്കുന്നു. അവിടെ എന്താണ് അവൻ കാണുന്നത്? അവൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ മാത്രം കാണുന്നു. മനുഷ്യരെന്ന് പറയുമ്പോൾ ഞാനാണ്, നിങ്ങളാണ്, നമ്മുടെ മക്കളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, മനുഷ്യവർഗമാണ്. പറഞ്ഞു കൂട്ടിയ, ചെയ്തു കൂട്ടിയ നന്മകളാകുന്ന തിന്മകളാകുന്ന മുഴുവത്തിൻ്റെയും ആകത്തുക വലത് ഭാഗത്ത് കാണുന്നു. രക്ഷയില്ല. അവിടെ അവൻ അധികവും തിന്മയാണ് കാണുന്നത്. ഫനളറ അശ്അമ, ആ മനുഷ്യൻ വിചാരണാവൾ ഇടത്തോട്ട് നോക്കുന്നു. അവിടെയും അവൻ കാണുന്നത് മാ ഖദ്ദമ, ദുന്യാവിൽ വെച്ച് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ്. ഫനളറ ബൈന യദൈഹി, ആ മനുഷ്യൻ തൻ്റെ മുന്നോട്ട് നോക്കുന്നു. രക്ഷപ്പെടാൻ വഴുതുണ്ടോ? വലത്തെ ഭാഗത്ത് ചെയ്ത തിന്മകളാണ്, ഇടത്തെ ഭാഗത്ത് തിന്മകളാണ്, ചില നന്മകൾ മാത്രമുണ്ട്. അവൻ നോക്കുന്നു, മുന്നോട്ട് നോക്കുന്നു. അവിടെ അവൻ കാണുന്നത് നരകമാണ്. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാത്ത ആളിക്കത്തുന്ന നരകമാണ്. അവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു, ആ നരകത്ത് നിങ്ങൾ കാക്കണം. ഫത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ. റസൂലുള്ളാഹി പറയാണ്, പാവങ്ങളിൽ പാവങ്ങളായ സ്വഹാബത്തിനോട് റസൂലുള്ളാഹി പറയാണ്, ആ നരകത്ത് നിങ്ങൾ കാക്കണം. എങ്ങനെ കാക്കണം? ഒരു കാരക്കയുടെ ഒരു ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ ദാനം കൊടുത്ത് നിങ്ങൾ നരകത്തെ കാക്കണം. വലൗ ബിശിഖ്ഖി തംറ എന്ന റസൂലുള്ളാഹി പറഞ്ഞു. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ പാവങ്ങളായ ആ ആളുകളുടെ റസൂലുള്ളാഹി പറയാ, നിങ്ങൾ കൊടുക്കാൻ ഒന്നുമില്ലെങ്കിൽ കാരക്കയുടെ ചീളെങ്കിലും കൊടുക്കണം, നരകത്തിൽ നിങ്ങൾ രക്ഷപ്പെടണം. നമ്മളോട് എങ്ങനെ പറയണം? ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങൾക്ക് വേണ്ടിയും എമ്പാടും പണം ചെലവഴിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പണം ചെലവഴിക്കുന്ന വിഷയത്തിൽ അതിൽ മിതത്വം പാലിച്ച്
പുണ്യകരമായ ത്വയ്യമായ വാക്കുകളെങ്കിലും പറയുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ആ നരകത്തെ പറ്റിയുള്ള ചിന്ത നമുക്കുണ്ടാകണം. അത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കാലിക സംഭവങ്ങളിൽ കൂടി നമുക്കൊരുപാട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അള്ളാഹു നമ്മെ ആ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, നരകത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടി പറയേണ്ടതുണ്ട്. ആ നരകത്തിൽ എരിയപ്പെടുന്ന ആളുകൾ, മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞു പോയ അവസ്ഥകളെപ്പറ്റി മനസ്സിലാക്കിയിട്ട് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ലാതെ അവൻ നിന്ന് കിതക്കുന്ന നേരത്ത് ആ മനുഷ്യനിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന നേരത്ത് അവനോട് ചോദിക്കുകയാണ്, മലക്കുകൾ ചോദിക്കുകയാണ്, കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. നിങ്ങൾക്ക് ഈ നരകത്തെപ്പറ്റി കൃത്യമായി പറഞ്ഞു തരുന്ന, കാലിക സംഭവങ്ങളിൽ കൂടി ഉദാഹരിച്ച് പറഞ്ഞു തരുന്ന പ്രസംഗം നിങ്ങൾ കേട്ടിരുന്നില്ലേ? നിങ്ങളോട് ചോദിക്കും, പറഞ്ഞ് എന്നോട് ചോദിക്കും. അലം യഅതികും നദീർ, താക്കീതുകാരൻ വന്നില്ലേ ചോദിക്കുകയാണ്. ഖാലു, പറയും, ബലാ, വന്നിരുന്നു. ഖദ് ജാഅനാ നദീർ, താക്കീതുകാരൻ വന്നു. ഫകദ്ദബ്നാ, ഞങ്ങൾ പറഞ്ഞു അതൊക്കെ ഇപ്പോൾ എത്ര കേട്ടുകഴിഞ്ഞ പ്രസംഗമാണ്. പരലോകത്തെ പറ്റിയുള്ള എത്രയെത്ര സീഡികൾ ഞങ്ങൾ വാചാലമായി വഴവിൻ്റെ ശൈലിയിലും ആർദ്രമായ ശൈലിയിലും കേട്ട് തഴമ്പിച്ച കാതുകളാണ് ഞങ്ങൾക്കുള്ളത് എന്നൊരു പക്ഷേ നിങ്ങളും ഞാനും ഇത് കേൾക്കുമ്പോൾ പറയുമ്പോൾ മനസ്സിൽ ഒരു പക്ഷേ പറഞ്ഞേക്കാം, അല്ല പറഞ്ഞത് വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, അങ്ങനെയൊന്നും അല്ലാഹ് ഇറക്കിയിട്ടില്ല ഞങ്ങൾ മനസ്സിൽ പറഞ്ഞു. അങ്ങനെയൊന്നും ജീവിതത്തിൻ്റെ സാമ്പത്തിക ശുഷ്കാന്തി കാണിച്ച് സഹായിക്കണമെന്നോ കരുണ ചെയ്യണമെന്നോ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ അതൊക്കെ ഒരു പ്രസംഗത്തിൻ്റെ വിഷയത്തിനപ്പുറത്ത് വസ്തുതപരമായി ഞങ്ങൾ അംഗീകരിച്ചില്ല എന്ന് പറയുന്ന അല്ലാഹ് പറഞ്ഞത്. മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, അങ്ങനെയൊന്നും അല്ലാഹ് ഇറക്കിയിട്ടില്ല. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, പറയുന്ന നിങ്ങളും സംഘടിപ്പിച്ച നിങ്ങളും വ്യക്തമായ വഴികേടിലാണ് കൂട്ടരെ എന്ന് പറയുന്നതാണ്. എന്നിട്ട് അവസാനം പിന്നെ പറയാണ്, ഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നരകത്തിന്റെ ആളിക്കത്തുന്ന നരകത്തിൽ പെടുമായിരുന്നില്ലല്ലോ പടച്ചവനെ. ഫഅതറഫൂ ബിദംബിഹിം, അല്ലാഹ് പറയാ, ആ മനുഷ്യർ നരകത്തിൽ കിടക്കുന്ന മുഴുവൻ ആളുകളും അല്ലാഹ് അവനോട് തിന്മ അവന് 100% ബോധ്യപ്പെടുത്തുമെന്നാ പറഞ്ഞത്. ഇങ്ങനെ നെറ്റ് പരീക്ഷ എഴുതിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്കോ അവനോ ഇന്ന് അവൻ്റെ മാർക്കറിയാൻ പ്രയാസമല്ല. കാരണം എന്താ, എഴുതിയത് അവൻ അങ്ങോട്ട് കൊടുത്താൽ ശരിയും തെറ്റും കാണാൻ പറ്റും. നമുക്ക് കൃത്യമായ റിസൾട്ട് വരണമെന്നില്ല. എഴുതിയത് കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കോപ്പി ഇങ്ങോട്ട് കിട്ടും, നമുക്ക് ബുക്ക് പരിശോധിക്കാം. അപ്പം എന്താ അർത്ഥം, അവൻ്റെ പരാജയവും വിജയവും അവന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ദുന്യാവിലെ പരീക്ഷയാണത്. അല്ലാഹ് പറഞ്ഞ എന്താ, ഫഅതറഫൂ ബിദംബിഹിം, അല്ലാഹ് അവരുടെ തിന്മകൾ അവരെ 100% അത് ചെയ്തില്ലേ ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തും. അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹ് പറയാ, ഫഅതറഫൂ ബിദംബിഹിം ഫസ്ഹുഖൽ ലിഅസ്ഹാബിസ് സഈർ, നരകക്കാർക്ക് നാശം നാശം. വേറൊന്നുകൂടി നിങ്ങൾ നോക്കൂ, ആ നരകവാസികളായ ആളുകൾ നരകത്തെ കാക്കുന്ന മലക്കുകളോട് പറയുന്ന ഒരു ചോദ്യമുണ്ട്. വഖാലല്ലദീന ഫിന്നാർ, നരകത്തിൽ വീണ് കിടക്കുന്ന ആൾക്കാർ പറയും, ലി ഖസനത്തി ജഹന്നം, നരകത്തെ കാക്കുന്ന കിങ്കരന്മാരായ മലക്കുകളോട് പറയും, ഉദ്ഉ റബ്ബക്കും, ഒന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുക നിങ്ങൾ, യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്, ഞങ്ങൾക്ക് ദിവസങ്ങളില്ലാത്ത മാസങ്ങളോ കൊല്ലങ്ങളോ കാലഘട്ടങ്ങളോ വ്യാഴവട്ടങ്ങളോ നൂറ്റാണ്ടുകളോ ഇല്ലാത്ത പരലോകം എന്ന് മനസ്സിലാക്കണം നമ്മൾ. ലായമൂത്ത് ഫീഹാ വലാ യഹ്യ എന്ന് മനസ്സിലാക്കണം നമ്മൾ. അവിടെയുള്ള വർഷങ്ങൾക്ക് ദിവസങ്ങൾക്ക് കണക്കില്ല. അങ്ങനെയുള്ള എണ്ണിയാൽ തീരാത്ത സംഖ്യയില്ലാത്ത പരലോകം, അതിൽ നരകത്തിൽ പൊട്ടുപോയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിനേക്കാൾ ഹതഭാഗ്യരാരുണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ? എന്നാ നമ്മളൊന്ന് ആലോചിക്കുക. ഇത്രയും എൻ്റെ ജീവിതത്തിൻ്റെ വയസ്സ് വെച്ചുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ നെറ്റിൽ കൊടുത്താൽ ഞാൻ ജയിക്കോ? എനിക്ക് കിട്ടുക മാർക്ക് എത്രയാണ്? നിങ്ങൾക്കും എനിക്കും കൂട്ടാലോ? അങ്ങനെ കൂട്ടുമ്പോൾ നരകത്തിൻ്റെ പുറത്താണോ അകത്താണോ നിങ്ങളും ഞാനും പരിശോധിക്കണം. മലക്കുകളോട് പറയാണ്, ഒരു ദിവസമെങ്കിലും ശിക്ഷ ഒന്ന് ലഘൂകരിക്കാൻ പറയൂ പ്രിയപ്പെട്ട മലക്കുകളെ നിങ്ങൾ റബ്ബിനോട്. ഹലോ, മലക്കുകളോട് ചോദ്യം, അലം തകൂ തൈതിക്കും റുസുലുക്കും ബിൽ ബയ്യിനാത്തി, ഈ നരകമുണ്ട് എന്ന് പറയാൻ നിങ്ങളോട് പ്രവാചകന്മാർ തെളിവുകളുമായി വന്നിട്ടില്ലായിരുന്നു? നിങ്ങൾ സുപ്രഭാതത്തിൽ കടന്നതല്ലല്ലോ, അറിയാതെ വീണതല്ലല്ലോ, അറിയാതെ പൊട്ടിപ്പോയതല്ലല്ലോ. നരകമുണ്ട് എന്ന് ജീവിച്ചിരിക്കുന്ന 15 വയസ്സിൽ ബോധം തെളിഞ്ഞ അന്നു മുതൽ കേട്ട് കാതുകൾക്ക് പരിചിതമായ ശബ്ദമായിരുന്നില്ലേ നിങ്ങൾക്ക്? മലക്കിന്റെ ചോദ്യമാണ്.
നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കോ? എനിക്ക് സാധിക്കോ? അലം യഅ്തികും റുസുലുക്കും ബിൽ ബയ്യിനാത്തി, പ്രവാചകന്മാർ ബയ്യിനാത്തുമായി വന്നില്ലേ? ഖുർആനിൽ ആയത്തുകൾ വന്നില്ലേ? പ്രവാചക വഴിയിൽ പ്രബോധക സംഘം ക്ലാസുകളിൽ കൂടി വന്നില്ലേ? മലക്കിന്റെ ചോദ്യമാണ്. ഖാലു പറയും, ബലാ വന്നിരുന്നു. അപ്പൊ പിന്നെ മലക്കുകളുടെ ഉത്തരം ഖാലു, അപ്പൊ മലക്കുകൾ പറയാണ്, എങ്കിൽ ഫദ്ഉ നിങ്ങൾ തന്നെ ചോദിച്ചോ. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, മലക്കുകൾ സ്വയം പറയാ, കാഫിറുകളുടെ പ്രാർത്ഥന വൃഥാവിലാണ്, നിങ്ങളുടെ പ്രാർത്ഥന അവിടെ എത്തില്ല എന്ന് മലക്കുകൾ പറയാണ്. നമ്മൾ മനസ്സിലാക്കണം. ആ പരലോകത്തെപ്പറ്റി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്കി നഫ്സിനെ പറ്റി ഇൻഷാ അല്ലാഹ് പിന്നീട് സംസാരിക്കുക, ഒരു വിശദീകരിക്കേണ്ട കാര്യമാണ്. നമ്മൾ അറിയണം, ഈ ക്ലാസ്സുകൾ നമ്മൾ കേട്ടുപോകുമ്പോൾ ജീവിതത്തിൽ ഒരിഞ്ചെങ്കിലും നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിഞ്ചെങ്കിലും നമുക്ക് ആ സ്വർഗത്തിലേക്ക് അടുക്കാൻ സാധിക്കണം. അങ്ങനെയാകുമ്പോൾ ഈ പ്രതിവാര ക്ലാസ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി അടയാളങ്ങളിൽ ഒരു അടയാളമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കവൻ്റെ വിശുദ്ധമായ പരലോകത്തിൽ സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളിൽ സംഭവിച്ചു പോയ ദോഷങ്ങളും പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി അവൻ നമുക്കവൻ്റെ സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. തമ്പുരാനെ, ഞങ്ങളിൽ സംഭവിച്ചു പോയ ദോഷങ്ങളും പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങൾക്ക് നീ സ്വർഗം പ്രദാനം ചെയ്യുമാറാകണേ. തമ്പുരാനെ, ഞങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾക്ക് നീ പ്രയാസം ദൂരീകരിച്ച് സുഖവും സൗഖ്യവും നൽകുമാറാകണേ. തമ്പുരാനെ, ഞങ്ങൾക്ക് നീ ഏറ്റവും അടുത്ത നിമിഷത്തിൽ നിന്റെ മാത്രം അനുഗ്രഹമായ മഴ നീ വർഷിപ്പിക്കുമാറാകണേ. തമ്പുരാനെ, വീണ്ടും കണ്ടുമുട്ടാനുള്ള, ഇങ്ങനെ സംസാരിക്കുവാനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുമാറാകണേ. തമ്പുരാനെ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.